ഇവരൊക്കെ പുറത്തുപോയുള്ള സമ്പാദ്യം, അല്ലെങ്കിൽ കാർഷിക മേഖല, ക്ഷീര കർഷകർ, അതൊക്കെ ചെറിയ പൊസിഷനിലല്ല വലിയ രീതിയിൽ ചെയ്യുന്നവർ. ചിലവരൊക്കെ ഇപ്പം വലിയ രീതിയിലൊക്കെ പൊതുദേശകാലം ശോഭനമായിരിക്കും. അതായത് ടീച്ചിങ് ഒക്കെ നടത്തുന്നവരൊക്കെ ഇതിൽ പെട്ടെന്നുള്ള ഒരു ബഹുമതി കിട്ടാൻ ചിലവർക്കൊക്കെ കിട്ടുന്നില്ലേ. ഗതി ഉദ്ദേശിക്കുന്നത് അനിഷ്ടത, എല്ലാവർക്കും മരണം വരില്ലല്ലോ. ആ ഒരു സുഖദുഃഖം, കൂടുതലും സുഖത്തെക്കാളും ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അമ്മ. അപ്പൊ ചിലവർ അകന്നൊക്കെ കഴിയും. ഇത് മനസ്സിലാക്കിയിട്ട് ചില ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കും. നമസ്കാരം, ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നക്ഷത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 27 നക്ഷത്രത്തിന്റെയും പ്രത്യേക എപ്പിസോഡാണിത്. ഇപ്പൊ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ഫലം. അപ്പൊ രോഹിണി നക്ഷത്രം ചന്ദ്രൻ ദിശയിലാണ് ജനനം. അപ്പൊ മനുഷ്യഗണമാണ് ഇവര്. ബ്രഹ്മാവാണ് ദേവത, പക്ഷി പുള്ള്, മരം ഞാവല്, ഭൂതം ഭൂമി. ഇവരുടെ ഒരു പ്രത്യേകത പക്ഷവൻ, ചന്ദ്രന്റെ നക്ഷത്രം, ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്, രോഹിണിയുടെ അധിപനാണ് ചന്ദ്രൻ, ഉച്ചഭാവമാണ് അവിടെ. അപ്പൊ പക്ഷവനെന്ന് ഉദ്ദേശിക്കുന്നത് വൃശ്ചികത്തിലെ രോഹിണി, ധനുവിലെ രോഹിണി, മകരത്തിലെ രോഹിണി, മീനത്തിലെ രോഹിണി, കുംഭത്തിലെ രോഹിണി, മേടത്തിലെ രോഹിണി. അമാവാസ വരാൻ പാടില്ല, അതാണ് ഉദ്ദേശം. അപ്പം സൂര്യൻ എപ്പോഴും ചന്ദ്രന്റെ പുറകുവശം സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളെ കാലത്തിൽ ചന്ദ്രന്റെ പക്ഷബലമുണ്ട്. ചന്ദ്രന്റെ കഴിഞ്ഞ് സഞ്ചരിച്ചു, ഇപ്പൊ മിഥുനത്തിലെ രോഹിണിയാണെങ്കിൽ അമാവാസയ്ക്ക് തൊട്ടു മുമ്പ് പക്ഷബലം ഇല്ല. അത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ഏത് മാസം രോഹിണിയാണെങ്കിലും അമ്മാവിന് അരിഷ്ടത ഉണ്ടാക്കും. അത് നമുക്ക് അറിയാലോ. ശ്രീകൃഷ്ണന്റെ ജനനം ചിങ്ങത്തിലെ രോഹിണിയാണ്, പക്ഷബലമില്ല. അതായത് ആ വ്യക്തി ജനിക്കുന്ന ചിങ്ങത്തിലെ ഇപ്പൊ രോഹിണി ജനിക്കുന്ന ആ വ്യക്തിക്ക് കൊച്ചുനാളിലെല്ലാം ദുരിതമായിരിക്കും. ശ്രീകൃഷ്ണന്റെ അനുഭവം അറിയാലോ നമുക്ക്. അപ്പൊ അത് തായ്മാമന് എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ സഹോദരൻ മാമന് കംസന്റെ അതേ ഗതി വരും എന്നാണ് അവർ പറയുന്നത് ആചാര്യന്മാർ. ഗതി എന്ന് ഉദ്ദേശിക്കുന്നത് അനിഷ്ടത, എല്ലാവർക്കും മരണം വരില്ലല്ലോ. ആ ഒരു സുഖദുഃഖം, കൂടുതലും സുഖത്തെക്കാളും ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അമ്മ. അപ്പൊ ചിലവർ അകന്നൊക്കെ കഴിയും. ഇത് മനസ്സിലാക്കിയിട്ട് ചില ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കും, മുഖദർശനം പാടില്ല, അമ്മാവനും മരുമോനും മുഖദർശനം പാടില്ലെന്ന് മാറിയൊക്കെ താമസിക്കും. ശരി, ഇപ്പൊ ഇവിടെ ദിശാകാലത്തോടെ വരാം. ചന്ദ്രദിശാകാലം പക്ഷബലം ഉണ്ടെങ്കിൽ നല്ല ശോഭനമായിരിക്കും. അത് കഴിഞ്ഞ് പറഞ്ഞ കുജദിശാകാലം നല്ല സ്ഥാനത്താണെങ്കിൽ, കുജൻ 1, 3, 6, 11 വരുന്നത് കുട്ടികളുടെ പഠനം ആ സമയം വളരെ ഉന്നതിയിലെത്തും. പിന്നെ വരുന്ന രാഹു, ചില കുട്ടികളിൽ 32 വയസ്സ് വരെ രാഹു ദിശയായിരിക്കും. 18 തുടങ്ങി 18 വർഷം. അപ്പൊ ഇവരുടെ പഠന വിശേഷം എന്ന് പറയുന്നത് കൂടുതലും പെട്രോൾ കെമിക്കൽ പോലത്തെ കെമിക്കൽ സംബന്ധമായിട്ടുള്ള പഠനമായിരിക്കും അവർക്ക് കൂടുതലും. അല്ലെങ്കിൽ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലർ മെക്കാനിസം പഠിക്കും, ചിലർ ഈ കണ്ടുപിടുത്തങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം അത് ഏത് ഫീൽഡാണെങ്കിലും ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നില്ലേ, ആ ഒരു സയന്റിസ്റ്റ് മനോഭാവം ആ രാഹുൽ ദിശാകാലം നടത്തി കൊടുക്കും. ഇവരുടെ ശോഭനമായിട്ടുള്ള സമയം കൂടുതലും വരുന്നത് 32 വയസ്സിന് ശേഷം വേഴദിശാകാലത്തിലാണ്. വളരെ പ്രത്യേകത. വേഴദിശ എന്ന് ഉദ്ദേശിക്കുന്നത് 16 വർഷമാണ്. അതിപ്പോ മീനത്തിലെ വേഴമാണെങ്കിലും ധനുവിലെ വേഴമാണെങ്കിലും ചന്ദ്രന്റെ മിത്രനാണ് വേഴം. അപ്പൊ ഈ ഇടവത്തിന് ദോഷിയാണെങ്കിലും ചന്ദ്രന്റെ മിത്രനായിട്ട് ഇപ്പൊ 11 നിൽക്കുന്നത് വളരെ ദോഷകരമല്ല. ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ 4-ാം ഭാവം വളരെ പ്രത്യേകതയാണ്. കന്നിയിൽ വന്നു കഴിഞ്ഞാൽ അത്ര പ്രത്യേകതയില്ല, പക്ഷബലം കുറവ്. 7-ൽ വന്നാലും വൃശ്ചികത്തിൽ, അതും മിത്രക്ഷേത്രം, വേഴദശാകാലം ശോഭനമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇടവ രാശിക്കാർക്ക് ശനി മഹാഭാഗ്യവാനാണ്. അത് ധർമ്മകർമാധിപയോഗം ചെയ്യുന്ന ഒരു പൊസിഷൻ. അപ്പൊ ശനി എവിടെ വരണം? ഇടവത്തിന് 6-ൽ വരുന്ന ശനി തുലാത്തിൽ വളരെ വിശേഷമാണ്. ഇവരൊക്കെ പുറത്തുപോയുള്ള സമ്പാദ്യം, അല്ലെങ്കിൽ കാർഷിക മേഖല, ക്ഷീര കർഷകർ, അതൊക്കെ ചെറിയ പൊസിഷനിലല്ല വലിയ രീതിയിൽ ചെയ്യുന്നവർ. ചിലവരൊക്കെ ഇപ്പം വലിയ രീതിയിലൊക്കെ പാൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നില്ലേ. ഇപ്പൊ മിൽക്ക് മിസ്റ്റ് ഒക്കെ കേട്ടിട്ടില്ലേ അവിടെ തമിഴ്നാട്ടില്? പുള്ളിയുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു ഇത് കാണുമായിരിക്കും. അതുപോലെ മകരകുംഭത്തിൽ സഞ്ചരിക്കുന്ന ശനി ഗ്രാമത്തലവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു കൗൺസിലർ ആവാനോ ഒരു MLA ആവാനോ ജനസേവനം ചെയ്യുന്ന വ്യക്തിത്വം.
അപ്പൊ കൂടുതൽ രാഷ്ട്രീയ മേഖലയിൽ വരാനുള്ള യോഗം കാണും ഇവർക്ക്. ശനിദശാകാലം മുഴുവനും ഇവർക്ക് ഗുണമാണ് കാണുന്നത്, ദോഷവശമല്ല. പിന്നെ വരുന്ന ബുധൻ ഇടവരാശിക്ക് 5 2ാം ഭാവാധിപനാണ്. 2ലോ 5ലോ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കും ബുധദശാകാലം ശോഭനമായിരിക്കും. അതായത് ടീച്ചിങ് ഒക്കെ നടത്തുന്നവരൊക്കെ ഇതിൽ പെട്ടെന്നുള്ള ഒരു ബഹുമതി കിട്ടാൻ ചിലർക്കൊക്കെ കിട്ടുന്നില്ലേ, ഒരു റിട്ടയർഡായതിനു ശേഷം ഉന്നത കല, അതായത് പഠന മികവിനൊക്കെ കിട്ടുന്നില്ലേ, പഠിപ്പിച്ചെടുക്കുന്ന ഒരു പുരസ്കാരം കിട്ടുന്നില്ലേ പ്രൊഫസർമാർക്ക്, അതൊക്കെ കിട്ടാനും ഗവൺമെന്റ് അംഗീകാരം, കൂടുതലും ടീച്ചിങ് മേഖല, അതും വരാൻ ഇവർക്ക് സാധ്യത ഉണ്ട്. ശുഭമസ്തു. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.